ഞാൻ പഠിച്ചതൊക്കെ എറണാകുളം സെയിൻറ്റ് തെരേസാസ് കോൺവെൻറ്റിലാണ്. പ്രീ ഡിഗ്രി അവിടെ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ MBBS ഞാൻ ചെയ്തത്. MBBS കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ PG പോണ്ടിച്ചേരി ജിപ്മറിൽ നിന്നാണ് DCH ഞാൻ ചെയ്തു. അതിനുശേഷം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MD പീഡിയാട്രിക്സ് ചെയ്തു. അതിനോടകം തന്നെ എനിക്ക് മെഡിക്കൽ കോളേജ് സർവീസിൽ ജോലി കിട്ടിയായിരുന്നു. അന്നൊക്കെ ലെക്ചറർ ഇൻ പീഡിയാട്രിക്സ്. പിന്നെ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വന്നു. ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വന്നു. തൃശ്ശൂരിൽ നിന്ന് പിന്നെയും തിരിച്ച് കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് നിന്ന് 2009 ഞാൻ പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റായിട്ട് റിട്ടയർ ചെയ്തു. ആ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിറ്റേ മാസം തുടങ്ങി തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ചേർന്നു. വേറെ ഒരു പ്രൈവറ്റ് മേഖലയിലേക്ക് ഞാൻ പോയില്ല. കാര്യം എൻ്റെ ഒരു വലിയ ആഗ്രഹം ആയിരുന്നു പാലിയേറ്റീവ്. എനിക്കിഷ്ടമുള്ള ഫീൽഡാണ്. 30 വർഷം ഞാൻ ജോലി ചെയ്തു. ഇനി അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരു ജോലി ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ 2009 ചേർന്നു. ഇപ്പോൾ 2026 ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഞങ്ങൾക്കൊരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓഫാണ്. അങ്ങനെ തൃശ്ശൂർ കുണ്ടുകുളം തിരുമേനി സ്റ്റാർട്ട് ചെയ്ത കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ശാന്തിവനം, പിന്നെ പീസ് ഹോം, പിന്നെ അഡോപ്ഷൻ സെൻറ്റർ, പിന്നെ സൈക്കാട്രി പേഷ്യൻസിന് ഒത്തിരി സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഞാനിങ്ങനെ ഓരോ ദിവസവും പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. പിറ്റേ ദിവസം ഓഫാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം പീസ് ഹോമിൽ മദർ തെരേസ വന്നു. എനിക്ക് അതിൻ്റെ കൃത്യം വർഷം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഈ സിസ്റ്റേഴ്സുമായിട്ട് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് സിസ്റ്റർമാരെ എന്നെ ഉള്ളിൽ നിർത്താൻ എന്നെ അനുവദിച്ചു. അപ്പോൾ ഇങ്ങനെ മദർ തെരേസ വാർഡിൽ കൂടെ വന്നപ്പോൾ ഞാനിങ്ങനെ കൂടെ പോയതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മദറിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് നോക്കി പുറകില്. ഇങ്ങനെ സോഫ്റ്റായിട്ട് റിങ്കിൾഡ് ആയിട്ടുള്ള, പക്ഷെ ഭയങ്കര അത് എനിക്കൊരു ഭയങ്കര എനിക്കറിയാം വല്ലാത്തൊരു ഇതായിരുന്നു എനിക്ക് അന്ന്. പിന്നെ അങ്ങനെ അതാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നാൻ ഒരു കാരണം. C4CCCI, അതായത് കെയറിംഗ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ്, അങ്ങനെയൊരു പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഇവിടെ നല്ലൊരു സഹകരണമായിരുന്നു എൻ്റെ അസിസ്റ്റൻറ്റ് സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നൊക്കെ. പിന്നെ ഇപ്പോൾ ഞാൻ മെയിൻലി അവിടെ അക്കാഡമിക് കോഴ്സസ് എൻ്റെ ഡയറക്ടറാണ്. ഒത്തിരി കോഴ്സസ് ഉണ്ട് അവിടെ. ഡോക്ടേഴ്സിന്, നഴ്സസിന്, എല്ലാ വോളണ്ടിയേഴ്സിനൊക്കെ കോഴ്സസ് ഉണ്ട്. അതൊക്കെ നടത്തുന്നതിൻ്റെ ഇൻചാർജ് ഞാനാണ്. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. മാഡത്തിന് ഈ അവാർഡ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മാഡം ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിനും പൊതുവിൽ കുട്ടികളുടെ പാലിയേറ്റീവ് കെയറിനും വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ദിനംപ്രതി കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ അതിന് ഇത്രയും വലിയൊരു അംഗീകാരം തേടിയെത്തുന്നു എന്നുള്ളത് പാലിയേറ്റീവ് കെയറിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ഇപ്പം 6 വർഷം ആകുന്നു. പക്ഷെ ഇപ്പോഴും ചേട്ടൻ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ഞാൻ ഈ തിയോളജി പഠിക്കാൻ തന്നെ കാര്യമുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡാണ്. കാര്യം പുള്ളി ഇപ്പം എൻ്റെ ഒരു അലമാരയുണ്ട്, ഫുള്ള് ഏട്ടൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബുക്സാണ്. എല്ലാം നല്ല ഗഹനമായിട്ടുള്ള ഭയങ്കരമായിട്ട് പുള്ളി വായിക്കുമായിരുന്നു. ലുക്കീമിയ പിള്ളേരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും സ്റ്റണ്ണിങ് ആണ്. ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പം ഞാൻ റീസെൻ്റായിട്ടല്ല, 3 വർഷം മുമ്പ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലൊരു 3.5 വയസ്സുള്ള കുട്ടി വന്ന്, അത് ബ്രെയിനിന് ട്യൂമറായിട്ടാണ്, ക്യാൻസർ. അപ്പം ആ കുട്ടി ഉണ്ടല്ലോ, നമ്മൾ റൗണ്ട്സിന് ചെല്ലുമ്പോഴത്തേക്ക് എപ്പോഴും ആ കുട്ടി ഇങ്ങനെ അയന എന്നായിരുന്നു പേര്. ആ കുട്ടിയുടെ അയന. ആ കുട്ടിയുടെ അമ്മേനെ ഇങ്ങനെ ഉമ്മ കരയണ്ടെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, എന്നും. അപ്പോഴാണെങ്കിൽ ഉമ്മ ഇങ്ങനെ വല്ലാതെ കരച്ചിലുക. അപ്പം ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക് ആ കുട്ടി പറയാണ്, ഈ ഉമ്മ വെറുതെ കരയണ്ട, ഞാൻ പോവും, പക്ഷേ
കുഞ്ഞാവയായിട്ട് ഞാൻ തിരിച്ചു വരും. 3.5 വയസ്സുള്ള കുട്ടിയാ. എൻ്റെ ദൈവമേ, ആ ഉമ്മയുടെ കരച്ചിലൊന്ന് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ പോയാലും കുഞ്ഞാവയായിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് ആ കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ കിടന്ന് തന്നെ മരിച്ചു കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് പിങ്ക് കളർ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിങ്ക് ഉടുപ്പൊക്കെ വാങ്ങിച്ചു വെക്കണമെന്ന്. ഒരു പിങ്ക് ഉടുപ്പും പിന്നെ ആ കുട്ടിക്ക് ഭയങ്കര ക്രേസായിരുന്നു ഈ ക്യൂടെക്സ് ഇടുന്നത്. അപ്പോൾ പിങ്ക് ക്യൂടെക്സും പിങ്ക് സോക്സും ഒക്കെ ഇട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സും ഒരുക്കിയാണ് ആ കുട്ടി ഇവിടുന്ന് പോയത്. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഗൾഫിലായിരുന്നു കേട്ടോ, ദുബായിലായിരുന്നു. ആ കുട്ടിയുടെ ഗ്രാൻഡ് മദർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ ഉമ്മ 2nd ടൈം പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ 10 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഓള് പ്രസവിച്ചു, മോനാണ്, മോനെ ഞങ്ങൾ അയാൻ എന്ന് പേരിട്ടു എന്ന്. മോള് അയന എന്നാണ്, ഇത് അയാൻ എന്ന് പേരിട്ടു. അപ്പോൾ 3.5 വയസ്സുള്ള പിള്ളേർക്കുമൊക്കെ അറിയാം അവർ മരിക്കാൻ പോവാന്നും. എന്നിട്ട് ഓർത്ത് നോക്കി, ആ തിരിച്ചു വരും, കുഞ്ഞാവയായിട്ട് വരും എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ശരിക്കും ഭയങ്കര സർപ്രൈസിങ് ആണ് കുട്ടികൾ പറയുന്ന കാര്യം.